നമ്മൾ ഇപ്പം നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അതായത് ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടായി, നമുക്കത് ഫീൽ ചെയ്തു, നമ്മളെ ബോഡിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ അത് അബ്സോർബ് ചെയ്തു. പിന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് ഇപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇത് കോമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ, അതായത് ജസ്റ്റ് മൂഡ് ഓഫായി നമ്മുടെ അന്ന് ഫോർ വാട്ട് എവർ റീസൺ ഉണ്ടെങ്കിലും, പിന്നെ നമുക്ക് ആ ദിവസം ഫുള്ള് ഇന്നത്തെ ദിവസേ ശരിയല്ല എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനത്തിനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, അവയർനെസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, അതിന് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ഓപ്പൺനെസ് നമുക്ക് വേണം. നമ്മളെല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യും, ഇതെങ്ങനെ വർക്കാവും, അതെങ്ങനെ ചെയ്യും. അറ്റ്ലീസ്റ്റ് യു ജസ്റ്റ് ട്രൈ ടു ഡൂ ഇറ്റ്. ഒന്ന് ചെയ്ത് നോക്കിയാലല്ലേ അത് വർക്കാവോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നേ. അപ്പം ഒരു ഓപ്പൺനെസ് നമുക്ക് വേണം. പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് കൊടുക്കുന്നോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം 20 വർഷം ഞാൻ ജീവിച്ചത് വളരെ നെഗറ്റീവായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വളരെ ഓവർ തിങ്കിങ്ങും അതുപോലെ ആങ്ഷ്യസും ഫിയറും ഒക്കെ കൊണ്ടാണ് ഞാൻ ജീവിച്ചതെന്ന് വെക്കാം. പെട്ടെന്ന് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ആ ഓവർ തിങ്കിങ് മാറ്റി കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഡിഫിക്കൽട്ടായിരിക്കും, കാരണം 20 years ഓഫ് പാറ്റേൺ നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഷോ കാണിക്കുന്ന പോലെ ആയിരിക്കും. ഫസ്റ്റ് ഇയേഴ്സ് കയറിയിട്ട് നമ്മൾ സീനിയേഴ്സിൻ്റെ മുമ്പിൽ ഷോ കാണിക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഓൾഡ് ഐഡൻറ്റിറ്റി പ്ലേസ് ഓൾവേസ് ആൻ അപ്പർ ഹാൻഡ്. കാരണം 20 years അഡമൻസി ഉണ്ട് അവിടെ. അപ്പം പെട്ടെന്ന് നമ്മളത് അവയർനെസ് ഇല്ല. അപ്പം നമ്മളിത് തിരിച്ചറിഞ്ഞ് എനിക്കിത് മാറ്റണം എന്ന് ചിന്തിക്കുമ്പം പെട്ടെന്നത് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഇടേണ്ടി വരും അവിടെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീവയറിങ് ചെയ്യാനും ഒബ്സർവേഷൻ ചെയ്യാനും ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞുതരാം എത്രത്തോളം ഉണ്ടെന്ന്. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ തന്നെ അനുഭവമാണ്. 2012 വെച്ചിട്ട് അവരുടെ ഒരു 21 crores, 1-2 രൂപയല്ല, 21 crores അവർക്കൊരു ബിസിനസ്സിൽ നഷ്ടം വന്നു. അപ്പം നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്ണർ അവരെ ചതിച്ചു. അപ്പം ഇവർ ആകെ ഷാറ്ററായി, മൊത്തത്തിൽ പോയി. നമുക്ക് അറിയാം, അത്രയും ഒരു തുക നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്ന വികാരം എന്താ? ഫിയർ ആയിരിക്കും. ഇമോഷൻ വിൽ ബി ഫിയർ. കാരണം 21 crores നഷ്ടപ്പെട്ടു. അതിൻ്റെ ഔട്ട്കം എന്താ? ലോസാണ്, നഷ്ടപ്പെട്ടു. ഈ വ്യക്തി ഈ ഒരു ഫിയറിൽ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അത്രയും പൈസ നഷ്ടപ്പെട്ട് അവർക്ക് ആരും ഇല്ല. അവർ കഷ്ടപ്പെട്ട് കുറച്ചൊരു 6 years കഴിഞ്ഞപ്പോൾ അവർ റേപ്പ് ചെയ്യപ്പെട്ടു, മൊളസ്റ്റ് ചെയ്യപ്പെട്ടു. റേപ്പ് അല്ല, ഒരു മൊളസ്റ്റേഷൻ പോലെ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് കഷ്ടമാണ്. പാവം പിടിച്ച സ്ത്രീ, അന്ന് അവരെ ബിസിനസ്സിൽ ഇതുപോലെ ഒരു ചതി പറ്റി. പിന്നീട് ഒരു 6 years കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇവരുടെ ലൈഫിൽ ഉണ്ടായല്ലോ. അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ എന്ത് കഷ്ടമാണ്, ഇവരുടെ വിധി എന്താണ്, ഇവരുടെ ഇത് ശരിയല്ല. നമ്മൾ എങ്ങനെയൊക്കെയാണ് എപ്പോഴും ചിന്തിക്കുക. അതായത് ഇവർ അത്രയും കഷ്ടം പിടിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവർ ഒത്തിരി നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. ആക്ച്വലി ഇതൊന്നും അല്ല സംഭവം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കളിയാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാകും. അതായത് എന്താ പറയുക, നമുക്ക് അടിക്കാൻ തോന്നും. ഈ വ്യക്തി തന്നെയാണ് ഈ റേപ്പ് അട്രാക്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ ആരെങ്കിലും റേപ്പ് അട്രാക്ട് ചെയ്യോ? എന്ത് പൊട്ടത്തരാണ് ഭൂമി പറയണേന്ന് പറയും. ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് അട്രാക്ട് ചെയ്തതെന്നല്ല ഞാൻ പറയണേ. അറിഞ്ഞോ അറിയാതെയോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിസൺ കുടിച്ചാലല്ലോ മരിക്കുന്നേ, അറിയാതെ കുടിച്ചാലും നമ്മൾ മരിച്ചു പോകും എന്ന് പറയുന്ന പോലെ അറിയാതെ ഇവരുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ, ഫസ്റ്റിൽ ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇവർക്ക് ഒരു ലോസ് വന്നു. അവരുടെ ഇമോഷൻ എന്തായിരുന്നു? ഫിയർ ആയിരുന്നു. ഈ ഫിയറിലാണ് ഇവർ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ പോയല്ലോ എന്നുള്ള അത്രയും വലിയ തുകയാണ്. പോയല്ലോ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു മൊളസ്റ്റേഷൻ പോലെയുള്ളൊരു കാര്യത്തിലേക്ക് വന്നപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ ഇപ്പോൾ ഒരാൾ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ മൊളസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ വരുന്ന ഇമോഷൻ എന്താ? ഫിയർ ആണ്. അവിടുത്തെ ഔട്ട്കം എന്താ? ലോസ് ആണ്. ഫിയർ ഔട്ട്കം ലോസ്. ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുന്നത് ഫ്രീക്വൻസീസ് ഒരുപോലെ ആക്കാനാണ്, സിറ്റുവേഷൻസ് ഒരുപോലെ, സ്റ്റോറി ഒരുപോലെ ആക്കാനല്ല. സെയിം ഫ്രീക്വൻസി തന്നെയാണ് ഈ റേപ്പിലും ഉണ്ടായത്. ഫിയർ ആണ്. കാരണം ഈ പൈസ നഷ്ടപ്പെട്ടപ്പോഴും ഇവർക്ക് ഫിയറായി, ഈ റേപ്പ് ചെയ്യപ്പെട്ടപ്പോഴും അവർക്ക് ഫിയറാണ് വരുന്നത്, പേടിയാണ് വരുന്നത്. ഔട്ട്കമും നോക്കൂ, രണ്ടിലും ലോസാണ്. ഒരു റേപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോസാണ്. സോ ഫ്രീക്വൻസീസ് ആണ് അവിടെ ഒരുപോലെ വന്നത്. ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും കാലം അവർ ആ ഫിയറിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആ ഫിയർ അവർക്ക് വിടാൻ പറ്റുന്നില്ല അവർക്ക്. അതായത് അപ്പോൾ ഫിയർ ഉണ്ടാക്കുന്ന ഇൻസിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും.
അപ്പോൾ ചിലപ്പോൾ ഇത് റിപ്പീറ്റഡ്, ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്സിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം 10 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും, 10ാമത്തെയും ശരിയാവുന്നില്ല, മാത്രം മാറും, പാറ്റേൺസ് സെയിം ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ ആള് മാറില്ല. അപ്പോൾ വേറൊരു ക്ലയൻറ്റിൻ്റെ അനുഭവമാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് പുള്ളിക്കാരിയെ ഭയങ്കരമായിട്ട് സംശയമാണ്. അപ്പം പുള്ളിക്കാരി ഒരു കുറേ വർഷങ്ങളായിട്ട്, മോർ ദാൻ ഒരു 30 years ആയിട്ട്, പ്രായമുള്ള ആൾക്കാരാണ്, അപ്പോൾ 30 years ആയിട്ട് ഇത് സഹിക്കുന്നു. ഈ ഹസ്ബൻഡിന് വൈഫിന് വളരെ സംശയമാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയുടെ ട്രോമയാണ് ഈ നമ്മൾ ക്യാരി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ വളരെ പ്രയാസം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, ഇവരിങ്ങനെ ജീവിക്കുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺമക്കളുണ്ട്. അതിനകത്ത് ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ജീവിക്കുക. അപ്പോൾ ഈ ലേഡിക്ക് കുറച്ചിതുണ്ട്, അവയർനെസ് ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു ക്ലയൻറ്റുമാണ്. പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ, ഭൂമി, ഇത് എൻ്റെ മകൾക്ക് ഇത് തന്നെ റിപ്പീറ്റ് ആവില്ലേ? കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സംശയം മാറുന്നില്ലല്ലോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇതിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പെയിനിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല എൻ്റെ മോളും പോകുന്നത്. ഈ ഒരു സെയിം കൈൻഡ് ഓഫ്, അപ്പോൾ പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ഫിയർ എന്ന് പറഞ്ഞാൽ മകൾക്ക് കിട്ടുന്ന ഹസ്ബൻഡും ഇങ്ങനെ തന്നെ സംശയരോഗിയാവുമോ എന്നാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് അതല്ല. മകൾക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി, നല്ല കെയറിങ് ആണ്, ഇതാണ്. പക്ഷെ ആ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ കുട്ടിയുടെ ബോസ് ഈ കുട്ടീനെ ഭയങ്കര ഡൗട്ടാണ്. ഇവള് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ ഓഫീസിൽ, അല്ലെങ്കിൽ ഇവള് എന്തെങ്കിലും കൈൻഡ് ഓഫ് അവർ എന്തോ അതായത് ഡേറ്റ ഒക്കെ കീപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എന്തോ ഒരു പുറത്ത് കമ്പനിയാണ്, ഇന്ത്യയിലുള്ളവരല്ല. അപ്പം ട്രസ്റ്റ് ഇല്ലായ്മ വരുന്നത് വേറെയാണ്. അപ്പോൾ പാറ്റേൺ റിപ്പീറ്റായി, സെയിം സിറ്റുവേഷൻ അല്ല, സ്റ്റോറി ലൈൻ മാറി. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിലെല്ലാം. പക്ഷെ നമുക്കിത് മനസ്സിലാവാത്തത് പാറ്റേൺ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിലും സ്റ്റോറി മാറുമ്പോൾ നമുക്കിത് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. സ്റ്റോറി മാറുന്നു. അപ്പോൾ പാറ്റേണിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫീലിംഗ് എന്താ? സംശയപ്പെടുന്ന അതേ അമ്മയുടെ വേദന തന്നെ ആ കുട്ടി ആ ഗോ ത്രൂ ചെയ്യുന്നത് ഡെയിലി ഈ ഒരു ഓഫീസിൽ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പറയും ജോലി മാറിയാൽ പോരെ. ജോലി മാറുമ്പോഴും നമ്മൾ വേറൊരു രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യും. ഇതിന് ഒരു അറുതിയില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തിരിച്ചറിയുക, ഈ ഒരു പാറ്റേൺ എനിക്ക് മാറ്റാനുള്ള സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഈ പാറ്റേൺ എന്നിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരു സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ മാറ്റുക. നെക്സ്റ്റ് നമ്മളുടെ അണ്ടർലൈങ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്ക് റൂട്ട് കോസസ് അറിയണം എന്നുണ്ടെങ്കിൽ ഫാമിലി കോൺസലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അല്ല, നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് മാറ്റാനുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അതിനാണ് പ്രോപ്പർ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, അതുപോലെ നമ്മളുടെ പ്രോഗ്രാം, അതായത് നമ്മൾ നമ്മുടെ തോട്ട്സിനെയും ഇമോഷൻസിനെയും തന്നെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുറേ ഹിഡൻ ഫാക്ടേഴ്സ് മനസ്സിലാവാൻ തുടങ്ങും. നമ്മൾ ക്യാരി ചെയ്യുന്ന സബ് കോൺഷ്യസിലെ കുറേ കാര്യങ്ങൾ, കാരണം നമ്മുടെ ഉള്ളിലേക്കാണ് ഈ ജേർണി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇറ്റ്സ് ഓൾ വിതിൻ യു, ജേർണി ടുവേർഡ്സ് ഇൻവേർഡ്. നമ്മുടെ റിട്രീറ്റ് അടക്കം അതിൻ്റെ കോൺസെപ്റ്റ് അതാണ്, അതായത് ജേർണി ടുവേർഡ്സ് ഇൻവേർഡ്, അകത്തേക്ക്. അപ്പം അകത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ. ഇനി ഉള്ള സത്യം എന്ന് പറഞ്ഞാൽ, വെൻ യു ചേഞ്ച് യുവർ ഇൻറ്റേർണൽ റിയാലിറ്റി, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആവാം, നമ്മുടെ തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, എക്സ്റ്റേർണൽ റിയാലിറ്റി വിൽ ഷിഫ്റ്റ് അക്കോർഡിംഗ്ലി. ഇത് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസം വരില്ല. അതെങ്ങനെയാണ് ഞാൻ അകം മാറ്റുമ്പോൾ പുറം മാറുന്നേ? നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയാണ് പുറത്തുള്ളതാണ് ലോകം. ശരിക്കും അകത്താണ് ലോകം. യൂണിവേഴ്സ് ഇസ് യു. അപ്പം നമ്മുടെ അകത്ത് ചേഞ്ചസ് വരുത്തുമ്പോൾ കുറേ കാര്യങ്ങൾ അലൈൻഡ് അല്ലാത്തതെല്ലാം പോകും, പക്ഷെ നിൽക്കുന്ന കാര്യങ്ങളിലെല്ലാം മാറ്റം വരും. അതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു മെഴുകുതിരിയും കൊണ്ട് ഈ റൂമിലേക്ക് വരുന്നു. ഇവിടെ ഇരുട്ടാണ്. ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ വെട്ടം കാണാൻ പറ്റുന്നേ, അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റും, നിൽക്കാത്ത ആൾക്കാരെല്ലാവരും പോകും. അപ്പോൾ ആ വെട്ടം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ ഒരാൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് മാറും? എല്ലാം മാറും. ആൻഡ് 100% ജനറേഷനും ഇപ്പോഴുള്ളവരും ഇനി വരുന്നവരും. വുമൺ ഹീലിംഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതാണ്, ദ വുമൻ ഹു വാക്ക് ബിഫോർ യു, ദ വുമൻ ഹു ആർ വിത്ത് യു, ആൻഡ് ദ വുമൻ ഹു ആർ കമ്മിങ് ഇൻ ദ ഫ്യൂച്ചർ ജനറേഷൻസ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വൂമ്പിനെ, നമ്മുടെ ഫെമിനിൻ എനർജീനെ ഓണർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഗോസ് എവ്രിവെയർ. ആൻഡ് അനദർ തിങ്, നമ്മുടെ ബാഗേജ് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, നമ്മുടെ സ്ട്രെങ്ത്തും നമുക്കുണ്ട്. സ്ട്രെങ്ത് ഫ്രം അവർ ആൻസിസ്റ്റേഴ്സ് ഓൾസോ വി ക്യാൻ ടേക്ക്. അത് ഏത് ആൻസിസ്റ്റർ മുതലും, അല്ലാതെ നമ്മളുടെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ് എന്ന് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ഈവൻ ഫ്രം ക്രൈസ്റ്റ്. ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ അതും നമ്മളുടെ ഒരു ആൻസിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ആരിൽ നിന്ന് വേണമെങ്കിലും
നമുക്ക് ആ ഒരു എനർജി എടുക്കാം, ആ ഒരു എനർജി നമുക്ക് പെർമിഷൻ ചോദിച്ച് നമുക്ക് ഇത് ചെയ്യാം, നമ്മളിലേക്ക് കൊണ്ടുവരാം. ആ ഒരു അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ 12 വീക്സ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഓരോന്നിലും ഇരിക്കാനുണ്ട് ഷിബിൾ. ഇതൊരു വൺ ഡേ തിങ് അല്ല. ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാം ഒന്നും ഒറ്റയടിക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. അതിൽ നമ്മൾ റിപ്പീറ്റേഷനും വേണം. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്തടുത്ത് നമ്മളുടെ ഇത് വരും, പൊങ്ങി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തപ്പം ഒരു ലേഡി പറഞ്ഞു 30 ഇയേഴ്സ് വരെ അവരുടെ ലൈഫിൽ അവർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല, അവർക്കൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ പുള്ളിക്കാർ പറയുന്ന ഭൂമി എനിക്ക് 30 ഇയേഴ്സ് വരെ നല്ലതാണ്, എനിക്ക് ഒരു ഇഷ്യൂ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാനൊന്നുമില്ല, എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ഇരുന്ന് തുടങ്ങി മൈൻഡ് വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ടടാ ഓരോന്ന്. അപ്പോൾ പുള്ളിക്കാർ പറയാം ഇത്രയൊക്കെ പ്രശ്നം എനിക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അണ്ടർലൈൻ ഇഷ്യൂസിൽ നമ്മൾ അതിനെയാണ് പ്രോപ്പർ ഹീലിംഗ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇരിക്കുന്നു, ആ പേഴ്സൺ ക്യാൻ ഷിഫ്റ്റ്, മൊത്തത്തിൽ മാറാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ എനിക്കുണ്ട്.